കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. സെയ്ദ് അഹമ്മദ് മെമ്മോറിയൽ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവന്ന വായനക്കളരി സമാപിച്ചു. സെയ്ദ് അഹമ്മദ് മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ വായനക്കളരിയുടെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരവും കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനവും നടന്നു. യോഗത്തിൽ ലൈബ്രറി വൈസ് പ്രസിഡന്റ് രമേശ് അമരാവതി അധ്യക്ഷത വഹിച്ചു. ചിത്രകലാ അധ്യാപിക അന്ന ജെർലി ചിത്രരചനാ മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലീല ജോസ് കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനം നിർവഹിച്ചു. TX ആന്റണി, അബ്ദുൾ റഹ്മാൻ, SA ഷാനവാസ്, ജോസഫ് ജോർജ് എന്നിവർ സംസാരിച്ചു. നിങ്ങൾ എന്ത് കാണുന്നു എന്നുള്ളത് പ്രസക്തമല്ല, നിങ്ങൾ മറ്റുള്ളവർ എന്ത് കാണിക്കുന്നു എന്നുള്ള പ്രസക്തി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചുറ്റും നോക്കിയാൽ കാണാം അല്ലേ, മഴ പെയ്തിട്ടുണ്ട്, വെള്ളമുണ്ട്, അതിൻ്റെ അകത്ത് മരക്കൊമ്പ് വീഴ്ത്തുണ്ട്. ഇതിൻ്റെ അകത്ത് എന്ത് വരയ്ക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് അല്ലേ. വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യും, വേണ്ട കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് എടുക്കും. നിങ്ങളൊരു ചിത്രമായിട്ട് നിങ്ങളത് പ്രദർശിപ്പിക്കുക, ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുക. കാഴ്ചക്കാരൻ കാണുന്നത് എന്താണ്, നിങ്ങൾ അതിൽ അവരെ കാണിക്കണം എന്ന് വിചാരിച്ച കാര്യം മാത്രം അല്ലേ. അതിലെ ഭംഗി നിങ്ങളാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഭയങ്കര അസൗകര്യമാണ് അല്ലേ ഈ വെള്ളം. പക്ഷേ ആ വെള്ളത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കി, അതിൽ വീഴുന്ന ഓരോ തുള്ളി വെള്ളം ഉണ്ടാക്കുന്ന ചലനങ്ങൾ എന്ത് രസമാണ്. അപ്പോൾ ചിത്രകാരന്മാരും കവികളും ഒക്കെ ചെയ്യുന്നത് എന്താണ്, ചിലപ്പോൾ നമുക്ക് ഭയങ്കര അസൗകര്യവും ഭംഗിയില്ലായ്മയും ഒക്കെ തോന്നുന്നതിൽ തന്നെ സ്വയം ഭംഗി കണ്ടെത്തുക അല്ലേ. വേണ്ടാത്ത കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ലൈനുകൾ ഭംഗിയല്ല, ഒരു ഫോട്ടോ കൊടുക്കുമ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റും ഇല്ല. ഒരു ചിത്രകാരൻ അതിനുള്ള പവറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും, അത് വരയ്ക്കില്ല, അതോടെ ഭംഗിയായി അല്ലേ. അപ്പോൾ അത്തരം ഒരു പവർ നമ്മൾ ഈ കലയ്ക്കുണ്ട്. എപ്പോഴും നമുക്ക് കാഴ്ചക്കാരനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. നിങ്ങൾ എന്ത് പ്രദർശിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.